ജസ്റ്റ് ഒരു കുഞ്ഞി ലേസി സൺഡേ വീഡിയോ ആണ്. ആ കാലത്തെ തന്നെ അമ്മു എന്താണ്ടൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ചീര, പച്ചമുളക്, 2 പയർ. ഇവിടെ വീട്ടിൽ ജസ്റ്റ് പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞുള്ളൂ. ഹലോ കോഴി ബബ്ബകളേ, ഗുഡ് മോർണിംഗ്. ഹായ്. അച്ചു തൊട്ട് രാവിലെ തന്നെ എനിക്ക് അവൻ്റെ സൈക്കിളൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അച്ചി അച്ചോ, ഇവിടെ നല്ല തണുപ്പുണ്ട്. ആൾ ജസ്റ്റ് എത്തിട്ടുള്ളൂ. ഓ കോഴി ചാടിയത് കണ്ടാ? വാ പാപ്പ തിന്നാൻ പോവാ, നമുക്ക് പാപ്പ ഉണ്ടാക്കാം. വാ. ആ ചാടൻ അങ്ങനെ. വാ, അവൻ എന്തായാലും ദോശയുടെ ആളാണ്. അപ്പോൾ ഒരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തേ ഇങ്ങോട്ട് വന്നേ. ഇത് നോക്കിയേ, തുറ്റൂന് നെയ്യൊക്കെ പരത്തിയിട്ട് അമ്മ ദോശ ഉണ്ടാക്കണ്. വാവ്. വാ. എന്ത് വേണം? മിച്ചിയാ? അതെ, ഇവിടെ വന്നാൽ ഒരേ അവന് കളിപ്പാട്ടത്തിനേക്കാളും കൂടുതൽ ഈ വക മിക്സി ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ്. ഇത് വെച്ചിരുന്ന് പിടിക്കും. ഓക്കേ, താങ്ക് യു എന്ന് പറ. ഞാനു എന്ന് പറഞ്ഞേ. അവിടെ പോയിരിക്കാൻ മതേ വരുന്നു. അമ്മ അടുത്ത നടാൻ വേണ്ടി നല്ലപോലെ മൂത്തത് എടുത്തിട്ടും അത് ഉണക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാനും ഇട്ടിട്ടായിരിക്കും അടുത്ത സെക്ഷൻ പയറുണ്ടാക്കാൻ പോണത്. ആ മാവുണ്ടാക്കേന് ഇന്ന ഇത് വെച്ചില്ലല്ലോ, ഇത് വേണ്ടേ? ആ ആ ആ ഓക്കെ. എന്ത് വേണം? കയ്യിലാണ് ദോശ എടുത്തോ. അങ്ങനെ ചൂടുണ്ട് കേട്ടോ. ഇവിടെ വാ, ഇവിടെ താഴ്ത്താണ്. ഇവിടെ ഇരുന്ന് കഴിക്കും. ഇങ്ങോട്ട് വാ. അത് ശരി, അവിടെയാണ് ഇരിക്കുന്നത്. അമ്മക്ക് ഇല്ലി തരാം. ഇരുന്നവിടെ. അങ്ങോട്ടു അവനങ്ങനെ. മിക്സി ആവും. ആവട്ടെ, അടക്കട്ടെ. ഓക്കെ. അപ്പോഴേക്കും കഴിക്കും. അവനിങ്ങനെ കിള്ളി വെച്ച് കൊടുത്താൽ മതി. ആൾ അവിടെ ഇരുന്ന് കഴിച്ചോളൂ. ഊതി കഴിക്കട്ടാ. തൊട്ട് പാപ്പ തിന്നെന്ന് പറ. അയ്യോ 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 അച്ചോ, വീണോയാടി. അച്ചോടാ, വീണോയാടി നീ. തൊട്ട് പാപ്പ തിന്നെന്ന് പറ. പാപ്പ തിന്നെന്ന് പറഞ്ഞേ. പാപ്പ തിന്നണുള്ളൂ അല്ലേ? വാ. വേഗം കഴിക്കട്ടാ, മെടുക്കനായിട്ട്. പാല് കുറച്ച് കഴിയുമ്പോൾ തരാം. അടുത്തതെടുക്ക്. അത് ശരി. അത് ഓൺ ചെയ്യോ? ഓൺ ചെയ്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യും? പുപ്പിയാണ് അത് ചെയ്യാറ്. എന്നിട്ട് പീ പീന്ന് അടിച്ചോ അല്ലേ? പുപ്പിൻ്റെ അവിടെ പുപ്പി ഇരിക്കുന്നുണ്ട് കേട്ടാ. ബാ ഇറങ്ങ്. ഇനി പാപ്പ തിന്നിട്ട് വന്ന് കളിക്കാം. ബാ. ഒന്നും പറയാൻ പറ്റൂല. പാപ്പ തിന്നാൻ മടിയാ ടുട്ടൂന്. ഇവിടെ വന്നാൽ പാപ്പവും വേണ്ട, ഒന്നും വേണ്ട അല്ലേ? കളി തന്നെ കളി. എന്നിട്ടാണോ പോയത്? ബാ. ഷൂ ഇട്ടിട്ട് പുറത്ത് പിന്നെ ഇറങ്ങാം. ഇപ്പൊ പാപ്പ തിന്നാൻ ബാ. ബാ ബാ ബാ. പാപ്പ തിന്നാ അമ്മ അവിടേക്കൊക്കെ കൊണ്ടുപോവാ ടുട്ടൂനെ. പക്ഷെ പാപ്പ തിന്നണ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ഓൺ കളിയാണ്. അവന് ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട. അമ്മു എന്താണ് ചെയ്യണ്? വളമിടണം അല്ലേ അമ്മുവിൻ്റെ കൃഷിയിൽ? അമ്മു എന്താണ്ടൊക്കെ ചെയ്യണ്ടേ ഇവിടെ? എന്താണ്ടൊക്കെ വീണ്ടും തുടങ്ങുന്നുണ്ട്.
അമ്മ എന്താണ്ടൊക്കെ ഇവിടെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ വീണ്ടും അതിൻ്റെ വളകൂടലും കാലത്ത് തന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ ഞാനും ഇങ്ങോട്ടാ. ആ അതെൻ്റെ കളിക്കണ കുക്കറല്ലേന്ന്. എന്താണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്, എന്താണ്ടൊക്കെ പടർന്നൊക്കെ വരുന്നുണ്ട് ഇതിൽ. നമുക്ക് ആയി കഴിയുമ്പോൾ നോക്കാം. ആയി കഴിയുമ്പോൾ ഇതെല്ലാവരും ഫുള്ള് ഇതായി കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. ഈ പന്തൽ ഒക്കെ കെട്ടിയിട്ടൊക്കെ ഉണ്ട്. പന്തലിൻ്റെ മുകളിൽ കൂടെ ഞങ്ങളുടെ മൈലാഞ്ചി പോണ കണ്ടോ. ടുട്ടു ഹായ് എന്ന് പറഞ്ഞേ. വാ മതി അമ്മയ്ക്ക് വിശക്കണം. വാ പാപ്പ തിന്നിട്ട് വരാം ഇങ്ങോട്ട്. വാ അതിലേ പോ വണ്ടി പോട്ടെ. ആ ഓടിക്ക്. അത് ശരി. പിടിച്ചടാ ചെക്കനെ പിടിച്ചടാ. കഴിക്കാനിത് വരണ്ടേ. ഇതാരൊരു ചുണ്ടരിക്കോരി. അതൊക്കെ അവിടെ വെക്കി. ആ നമുക്ക് പാപ്പ തിന്നാൻ പോവാ ടുട്ടു. മോളിൽ ആരാണ്? മോളിൽ പല്ലി ഉണ്ടാവൂട്ടാ. എനിക്ക് പേടിയാണ് പല്ലിനെ. ഹായ് എന്ന് പറഞ്ഞേ. ഗൈസ് വെൽക്കം പറ. വെൽക്കം ടു മൈ പറയൂലേ. വാവ് ഇതിലേക്ക് നോക്കുമ്പോൾ നല്ല രസം ഉണ്ട് അല്ലേ. സൂപ്പർ. ഇതൊന്നെടുത്ത് മലയാളൊക്കെ ചവിട്ടി കയറി. അത് വിട്ടടാ. അയ്യോ കറങ്ങണ് കാലും മടിച്ചാ അമ്മടാ. അമ്മച്ചിയുടെ കാലും മടിച്ചാ ശരിയില്ല. കാലും എന്തെന്നാ കേട്ടിട്ടു കാട്ടണ അറിയല്ലേ. കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് നൈസായിട്ട് അവൻ്റെ നഖം വെട്ടാൻ നോക്കുകയാണ്. നഖം നന്നായിട്ട് വലുതായിട്ടുണ്ട്. ഇരുന്ന് തന്നോളും. എന്തെങ്കിലുമൊക്കെ കയ്യിലൊക്കെ കൊടുത്തിങ്ങനെ ഇരുന്ന് എന്തെങ്കിലും അവൻ്റെ ശ്രദ്ധ തെറ്റിച്ചാൽ അവനോട് ഇരുന്ന് വരും. ഓക്കെ 1 2 ഷോർ പിന്നെ 5 6 7 8 പിന്നെ എന്തിട്ടാണ് 9 പിന്നെ 10 മിടുക്കൻ. നമ്മുടെ മിടുക്ക കുട്ടിയാ. അയ്യോ ഇത് കൂടെ ഉള്ളൂ കഴിഞ്ഞു. യെസ് എന്ന് പറ. യെസ്. പുതിയ ഫ്രിഡ്ജ് വാങ്ങിയിരുന്നു. അതിൻ്റെ കവർ മാറ്റിയിട്ട് വാൾപേപ്പർ ഒട്ടിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് ആ പണിയിലാണ് രണ്ട്. ചേട്ടനൊരു നൈസായിട്ട് പണി കൊടുത്തിട്ടുണ്ട്. അത് മെടിക്കരുത്. വണ്ടി വളയട്ടെ. ചേട്ടൻ തലജി തുറയിട്ട് അത് ഇങ്ങനല്ല കാലിൽ ഓടിക്ക്. ആ അവരത് ചേട്ടാ അവിടെ. ആ ബാബു ഓ പുറത്ത് വെയിലായ കാരണം വിടാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഇവിടെ പിന്നെ സ്പേസ് ഉള്ള കാരണം അകത്തായാലും അവന് വണ്ടി ഓടിക്കാം സ്വസ്ഥമായിട്ട്. ചെറുതിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് അവൻ അപ്പം തന്നെ ഉറങ്ങി. നല്ലപോലെ ഉറങ്ങി ഇന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ. ഇന്ന് അങ്ങനെ സ്പെഷ്യൽ എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മുടെ ഏത് ഫുഡും സ്പെഷ്യൽ തന്നെ. അപ്പം ഇന്ന് സാമ്പാറും വീട്ടിലുണ്ടായ ചീരയും നെല്ലിക്കച്ചാറും തൈരുമായിരുന്നു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. പപ്പടം ഞാൻ എടുത്തില്ല. അപ്പം ഞാൻ ഒന്ന് ഭക്ഷണം കഴിക്കട്ടെ. രാത്രി അവന് ഭക്ഷണം കൊടുത്തത് ഓട്സ് ആയിരുന്നു. ഓട്സ് എന്ന് പറയാൻ പറ്റില്ല, കണ്ടമാനം ഐറ്റംസ് ഞാനതിൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ ഓട്സ് ഇട്ടിട്ടുണ്ട്, റവ ഇട്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല പരിപ്പ് നല്ലപോലെ കഴുകി ഉണക്കി വറുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ക്യാരറ്റും
കുറച്ച് മട്ടർ പയറില്ലേ മറ്റേ ഗ്രീൻ പീസ് അതും നല്ലപോലെ ക്യാരറ്റ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് വെയിലത്ത് ഉണക്കിയിട്ട് അതും അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് നട്ട്സിൻ്റെ പൊടികൾ, ബദാമും നട്ട്സിൻ്റെയും പൊടിയാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്താണ് ഞാൻ വെച്ചിരിക്കണേ. അപ്പോൾ എന്ന് വെച്ചാൽ അവനത് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്താൽ മതി, അവനത് ഇഷ്ടമാണ്, കഴിക്കുകയും ചെയ്യും. ഒരു കിച്ചടി ടൈപ്പ്. എന്നാൽ ഓട്സ് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ വെറും പ്ലെയിൻ ഓട്സ് എപ്പോഴും കൊടുക്കണേ നല്ലത്. ഇങ്ങനെ എന്തെങ്കിലും ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ മാറ്റി കൊണ്ട് എടുക്കാറുണ്ട്. അങ്ങനെയാണ് കൊടുക്കാറ്. ഓൾറെഡി ഗ്രീൻ പീസ്, ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വേപ്പില വറുത്ത് പൊടിച്ചിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിൽ. അപ്പോൾ എല്ലാം അവനിട്ട് കൊടുക്കുമ്പോൾ തന്നെ വയറൊക്കെ നിറയും. ആൾക്ക് നേന്ത്രപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം തനിയെ ആളിങ്ങനെ തിന്നോളും. അവൻ്റെ കുറുക്ക് എന്തായാലും റെഡി ആയിട്ടുണ്ട്. നേന്ത്രപ്പഴം അവൻ ഒരു കടി കടിച്ച് എനിക്ക് തിരിച്ചു വന്ന് പോയി. ഇതൊരു കുഞ്ഞു വണ്ടിയാണ് ഇട്ടു. ഇത് രണ്ടുപേരും കൂടെ അങ്ങനെ ഓടിക്കുക. ഇതാരണീ വരുന്നത്? ഓടിച്ചു വരുന്നുണ്ടോ? ആ പാപ്പറ്റിന ടുട്ടുൻ്റെ പാപ്പൻ്റെ വെയിറ്റിംഗ് ആണ്. ചേട്ടാ കഴിച്ചോ? ചൂടുണ്ടോ നോക്ക്. അത്ര മതി, ഇത്തിരി എടുത്താൽ മതി. നീ കഴിക്കും. പോട്ടെ, അത് പോട്ടെ, സാരില്ല, അമ്മ എടുത്തോളാം. മിടുക്കൻ ആളിപ്പോൾ തനിയെ ഇങ്ങനെയൊക്കെ കഴിച്ചൊക്കെ തുടങ്ങും. ആദ്യത്തെ 1-2 പിടിയൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വാരി കൊടുക്കണം, എന്നാലും കുഴപ്പമില്ല. അവനിഷ്ടമാണത്. അവനിങ്ങനെ വലിയൊരു സ്പൂൺ എടുത്തിട്ട് അതിൽ ഇങ്ങനെ കുഞ്ഞു ബൈറ്റ് ഇങ്ങനെ ആക്കി അവസാനം ആ സ്പൂൺ മുഴുവനും വായിൽ കിട്ടും. അമ്മോ, വലിയ ചിക്കനായാ. പാപ്പ തിന്നിട്ടു. ചേട്ടയ്ക്ക് കൊടുക്കണ? ചേട്ടയ്ക്ക് കൊടുക്കാം. ഇതാരാണ് ഇവിടെ ഈ തൂങ്ങിക്കിടക്കണത്? ടുട്ടുകുട്ടിയാണ്. പല്ലേച്ചുണ്ടേ നമുക്ക്. ടുട്ടുൻ്റെ ബസ് ഏതാണ്? ബസ് എടുക്കട്ടെ ടുട്ടുൻ്റെ. നോക്ക്, ജസ്റ്റ് പല്ലേച്ചൊക്കെ. അങ്ങനെ എങ്ങനെയാണ്? പറ. ഓക്കേ, കൊൽക്കുഴി തുപ്പു. അങ്ങനെ കൊൽക്കുഴി തുപ്പണം. അങ്ങനെ കൊൽക്കുഴിയില്ല. സൂപ്പർ. മതി, ഇനി ഓഫ് ചെയ്തിട്ടൊക്കെ വാ. രാത്രി കിടക്കണേക്ക് മുമ്പ് മസ്റ്റായിട്ട് പല്ലേപ്പിക്കാറുണ്ട്. ഇപ്പോഴേ ശീലിപ്പിച്ചാലല്ലേ അത് വലുതാവുമ്പോഴും അതൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ മസ്റ്റായിട്ട് നമ്മളത് കുഞ്ഞുങ്ങളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ രാവിലെയും രാത്രിയും പല്ലേക്കുന്ന ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. കേട്ടോ? ബായ് എന്ന് പറ. ഇങ്ങോട്ട് ബായ് എന്ന് പറഞ്ഞേ. മതി. വെള്ളത്തിൽ കളി തുടങ്ങിയാൽ പിന്നെ തീർന്ന്. അവിടെ നിന്ന് എടുക്കാൻ കുറച്ച് പണി തന്നെയാണ്. മതി, ഓഫ് ചെയ്തിട്ടു. വാവ്, സൂപ്പർ ആയിട്ടുണ്ട്. ഓഫ് മിടുക്കൻ. സ്കെച്ച് കൊണ്ട് അവൻ്റെ വക മൈലാഞ്ചൊക്കെ കയ്യിൽ തേച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും കളിയും ചിരിയൊക്കെ ആയിട്ട് വേഗം കിടന്ന് ഉറങ്ങി ഇന്ന് രണ്ടുപേരും. ഇതായിരുന്നു ഒരു കുഞ്ഞ് ലേസി സൺഡേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്